പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തുടരുകയാണല്ലോ. വോട്ടർ പട്ടിക വിവാദത്തിൽ ഇന്നും ഇരു സഭകളും സ്തംഭിച്ചേക്കും. ക്രമക്കേട് വിഷയം അടിയന്തര ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രമേയം അവതരിപ്പിക്കാൻ അനുമതി തേടും. അനുമതി നിഷേധിച്ചാൽ ഇന്നും പ്രതിഷേധം തുടരും. അതേസമയം സർക്കാരിന്റെ സുപ്രധാന ബില്ലുകളൊക്കെ പാസ്സായെന്നും പ്രതിഷേധം തുടർന്നാൽ ഇന്നത്തോടെ വർഷകാല സമ്മേളനം അവസാനിക്കുമെന്നും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഇന്നലെ വ്യക്തമാക്കിയിട്ട് നമുക്ക് ശരത് ലാലിനോട് ചോദിക്കാം, എന്താണ് നിലവിലെ സാഹചര്യം? ഡൽഹിയിൽ നിന്ന് ശരത് ലാൽ ഉണ്ട് വിവരങ്ങളുമായി. ശരത്, ഗുഡ് മോർണിംഗ്. ഇന്നലെ ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒക്കെ ജനാധിപത്യ വിരുദ്ധ നീക്കങ്ങൾക്കെതിരെ ഇന്ത്യ സഖ്യത്തിന്റെ സമരം, എംപിമാർ എല്ലാവരും അണിനിരന്നുള്ള സമരം നടക്കുമ്പോൾ പാർലമെന്റിൽ രാജ്യസഭയിലാണെങ്കിലും ലോക്സഭയിലാണെങ്കിലും 8 സുപ്രധാന ബില്ലുകളാണ് ഒരു ചർച്ചയും കൂടാതെ പാസ്സാക്കിയെടുത്തത്. ഇന്നിപ്പോൾ എന്തൊക്കെയാണ് ചർച്ചകൾ നടക്കേണ്ടത്? എങ്ങനെയാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്? ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൻ്റെ ബിസിനസ്, അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രകാരമായി ബാധ്യതയുള്ള എല്ലാ ബിസിനസ്സുകളും അവസാനിച്ചിരിക്കുന്നു എന്നാണ് കിരൺ റിജിജു പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു മുന്നറിയിപ്പാണ്. സർക്കാരിന് സഭാ സമ്മേളനം നീട്ടിക്കൊണ്ടുപോകണം എന്ന ആഗ്രഹമുണ്ടെങ്കിലും പ്രതിപക്ഷം സഹകരിക്കുന്നതെങ്കിൽ സർക്കാരിന് നിർബന്ധമല്ല എന്ന രീതിയിലുള്ളൊരു മുന്നറിയിപ്പാണ് ഇന്നലെ ലോക്സഭയുടെ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിക്ക് മുമ്പിൽ പാർലമെൻറ്റ് കാര്യ മന്ത്രി വെച്ചിരിക്കുന്നത്. അതായത് പ്രതിപക്ഷത്തിന് ചർച്ച ചെയ്യണം, വിഷയങ്ങൾ ചർച്ച ചെയ്യണം, അല്ലെങ്കിൽ പൊതുജനങ്ങളുമായി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണമെങ്കിൽ പ്രതിപക്ഷം ബഹളമുണ്ടാക്കരുത്. സഭാ നടപടി തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകണം. ഇല്ലെങ്കിൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സർക്കാരിന് ബാധ്യതയില്ല സഭ നടത്താൻ എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് പാർലമെൻ്ററി കാര്യ മന്ത്രി കിരൺ റിജിജു ഇന്നലെ നൽകിയിരിക്കുന്നത്. സൈനഡേ ചെയ്യാൻ പോലും സർക്കാർ ഒരുക്കമാണ്. അതായത് സർക്കാരിന് സഭ നടത്തുന്നതിനെക്കാട്ടുപരി പ്രതിപക്ഷത്തിനാണ് സഭ നടത്തേണ്ട കാര്യമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിയുന്നത് ഇന്നും പാർലമെന്റിൽ പ്രതിപക്ഷം ഈ വിഷയം ഉന്നയിക്കും അടിയന്തര പ്രമേയമായി എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്നും ബഹളത്തിനുള്ള നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിക്കാൻ തന്നെയാണ് പ്രതിപക്ഷം. സർക്കാരിനാണ് പാർലമെന്റ് നടത്തേണ്ട ചുമതല എന്നാണ് ഇതിന് മറുപടിയായിട്ട് കോൺഗ്രസ് അംഗങ്ങൾ വ്യക്തമാക്കിയത്. ഏതായാലും സേതു, ഒരു സർക്കാരും അതേപോലെ തന്നെ ഇന്ത്യ സഖ്യം എന്നുള്ള ഒരു ഏറ്റുമുട്ടലിന് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇന്നലത്തെ ഇന്ത്യ സഖ്യത്തിൻ്റെ മാർച്ചും അതുപോലെ ഇന്നലെ വൈകിട്ട് ഖാർഗെയുടെ വസതിയിൽ നടന്ന ഇന്ത്യ സഖ്യം എംപിമാർക്കുള്ള ഒരു വിരുന്നും ഒക്കെ കൂടി ഇന്ത്യ സഖ്യത്തിനെ ഒരുമിച്ച് ആം ആദ്മി പാർട്ടി അടക്കമുള്ള ഇന്ത്യ സഖ്യം ഒരുമിച്ച് തന്നെ പാർലമെന്റിനും പുറത്തേക്കും ഈ BJP NDA സർക്കാരിനെയും BJPക്കെതിരെയും ശക്തമായ ഒരു സമര മുറുകം തുറക്കും എന്ന് തന്നെയാണ് ഇന്ത്യ സഖ്യ നേതാക്കൾ വ്യക്തമാക്കുന്നത്. ഏതായാലും ഇന്നത്തെ പാർലമെന്റിൻ്റെ എന്തായിരിക്കും ഇന്നത്തെ പാർലമെന്റ് നടക്കുന്നത് എന്നത് വരും ദിവസങ്ങളിലേക്കുള്ള ഒരു സൂചന തന്നെയാണ്. ഇന്നും പാർലമെന്റ് സ്തംഭിക്കുകയാണെങ്കിൽ, അതായത് പാർലമെന്റ് സൈനഡ് NDA ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത് സംസ്ഥാനങ്ങളിലേക്കും അതുപോലെ തന്നെ മറ്റു ജില്ലകളിലേക്കും ഈ പ്രക്ഷോഭം വ്യാപിപ്പിക്കാനാണ് കോൺഗ്രസിൻ്റെയും ഇന്ത്യ ബ്ലോക്കിൻ്റെയും തീരുമാനം. സേതുലക്ഷ്മി. ഓക്കെ ശരത്ത്.